ഈശോലറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് ഹെരോദോസ് രാജാവിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈശോയെ പറ്റി കേട്ടറിഞ്ഞ് ഹെരോദോസ് ഭയത്തോട് പറയുകയാണ്, ഇത് സ്നാപക യോഹന്നാനാണ്. കാരണം എന്താണ്? സ്നാപയോനാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തില് സ്നാപയോനാൻ തനിക്കൊരു വെല്ലുവിളിയായി തീരും എന്ന് ഉറപ്പായപ്പോ ഹെരോദോസ് എന്ത് ചെയ്തു? സ്നാപയോനാനെ കൊല്ലാനായിട്ട് ഉത്തരവിടുകയാണ്. കൊല്ലാനായിട്ട് ഉത്തരവിടുക എന്ന് പറഞ്ഞാൽ ഒരു ഓഫറിന്റെ പുറത്ത് കൊല്ലാനായിട്ട്, അല്ലെങ്കിൽ ഈ ഹെരോദോസിന്റെ ഒരു തീരുമാനപ്രകാരം സ്നാപയോനാൻ കൊല്ലപ്പെടുകയാണ്. കുറച്ചു നാളുകൾക്ക് ശേഷം ഈശോ രംഗപ്രവേശം ചെയ്യുമ്പോൾ ഹെരോദോസ് ചിന്തിക്കുകയാണ്, ഇത് താൻ കൊന്ന സ്നാപയോനാനാണ്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹെരോദോസ് ഇതേപോലെ ഭയത്തോടെ സ്നാപയോനെ ഓർക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഈ ഹെരോദോസിന്റെ ഭാഗത്ത് തിന്മയുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട്, ബി ജസ്റ്റ് ആൻഡ് ഫിയർ നോട്ട് എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നീതിമാനായിരിക്കുക, മറ്റൊന്നിനെയും ഭയപ്പെടാതിരിക്കുക. നമുക്ക് എപ്പോഴാണ് ഒരു കാര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് ഭയം തോന്നുന്നത്? നമ്മൾ അയാളുടെ മുമ്പില് തിന്മ ചെയ്യുമ്പോഴാണ്, തെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയൊരു ഭയം തോന്നുന്നത്, ഒരു കുറ്റബോധമൊക്കെ തോന്നുന്നത് അപ്പോഴാണ്. ഹെരോദോസ് സ്നാപയോനന്റെ കാര്യത്തിൽ ഒരു തെറ്റ് ചെയ്തു. അത് കാരണം ഹെരോദോസ് എപ്പോഴും ഭയത്തോടെ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുകയാണ്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട വലിയൊരു ബോധ്യം ഇതാണ്: ദൈവത്തിന് മുമ്പിൽ നീതിമാനായിരിക്കുക, മറ്റൊന്നിനെയും ഭയപ്പെടാതിരിക്കുക. സ്നാപയോനൻ എവിടുന്നാണ് ഇത്രമാത്രം ധൈര്യം ലഭിച്ചതെന്ന് ചോദിച്ചാൽ, സ്നാപയോനൻ നീതിമാനായിരുന്നു എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. ഈശോയ്ക്ക് എങ്ങനെയാണ് ഇത്രമാത്രം ധൈര്യം ലഭിച്ചതെന്ന് ചോദിച്ചാൽ, ഈശോ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ബോധ്യം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്തരമൊരു ധൈര്യം ഉണ്ടാകട്ടെ. തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രത്യേക ഒരു ധൈര്യമുണ്ട്. പാപം ചെയ്തു കഴിയുമ്പോൾ ഈ ധൈര്യം ചോർന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നിരാശ കയറി വരുന്നത്. നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള തിന്മ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധൈര്യം, ആ ധൈര്യത്തെ വളർന്നു വരാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.